നമ്മുടെ ഇന്നത്തെ ചാനൽ പുതിയൊരു വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കുഞ്ഞച്ചാച്ചന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എത്തിയപ്പോ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് കുഞ്ഞച്ചാച്ചന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവിടെ അച്ഛനെ കുറെ കൃഷികളും കുറെ വയലുകളും നിറച്ച് എന്താ പറയാ പുല്ലുകളും പറമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങള് കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു. അപ്പൊ നിങ്ങള് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോട്ടോ. അപ്പൊ ഈ പുല്ലൊക്കെ ചെത്തണോ? ബംഗാളികളും 2 ബംഗാളികളുണ്ട്. വെയിലഞ്ചാൾക്ക് പണിയുണ്ടേ. വെയിലൊക്കെ വളരെ വെട്ടി വെടിപ്പാക്കി വരണുള്ളൂ. കിലോസാന്ന് പറഞ്ഞ പഴം കിലോസ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ ജൂണില് കൂടും, ഏപ്രിലേക്ക് കൂടും. മാങ്ങോസ്റ്റ വെടുപ്പാക്കി വരണുള്ള മോനെ. മഴക്കാലം കഴിഞ്ഞിട്ട് വെട്ട് കഴിഞ്ഞിട്ടേ താഴോട്ടൊക്കെ കഴിഞ്ഞിട്ടേ വെടുപ്പാക്കി വരണുള്ള ഓരോ ഭാഗങ്ങൾ. അതിനാണ് ഈ പണി എന്ന് പറയുന്നത്. ഡെയിലി പണി. റംബൂട്ടാൻ ഒക്കെ റംബൂട്ടാനാ. ഞങ്ങളുടെ മുഴുവൻ റംബൂട്ടാനാ. വലിയൊരു എത്രയും ലോകനെ കട്ടനെ കരിനൂർ പുഴ അല്ലേ? കരിനൂർ പുഴ. ഇത് അതിന്റെ അപ്പുറത്ത് മന്ദാർക്കടവ്, നമ്മുടെ ആളട്ടോഴ അമ്പലം. അതിന്റെ അപ്പുറത്ത് അവിടെ നിന്ന് വളർന്നു വരുന്നത്. ഇത് നീലാമ്പി റിസോർട്ട് അപ്പുറത്ത്. നമ്മൾ ആ വഴിയാണ് പോകണം, നമ്മളെ മറ്റു വഴി. മാങ്കോസ്റ്റ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കായവും കമ്മിത്തന്നെടുത്ത് ഇതുമ്പോ മുഴുവൻ കായവും. നവറയില് കൂടി കൂട് കംപ്ലീറ്റ്. ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഒരു ട്രിപ്പ് കഴിഞ്ഞു. 2 ട്രിപ്പ് കഴിഞ്ഞു. മൊത്തം അവസാനിച്ചിരിക്കണ സമയം. ഇതെന്നിട്ടാ അതൊരു പിരോസാന്ന് പറയാ. റംബൂട്ടാന്റെ തന്നെ. റംബൂട്ടാന്റെ ഭഗവേദം അത് ഒടിഞ്ഞു വീണതാ. ഒടിഞ്ഞല്ല, പറിച്ചിട്ട് കേടാത്. ഇതിപ്പോ ആണിച്ചാലും കെട്ടി വെള്ളം വിടാൻ നനയ്ക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. വാഴ പല കാണിച്ച മുട്ടിയുടെ വിട്ടാറ്. റോവട്ടെല്ലാം കഴിഞ്ഞു പോകുന്നു. വലിയ റോവട്ടമായെന്ന് പറയാം. ജാതിക്കട കാണിച്ചേ, ജാതിക്കട ബഡ്ഡി തരാനല്ല വലിയ പറമ്പാണ്. പ്രത്യേകത അതിന്റെ കടകള്. ഹൈബ്രിഡ് ജാതി കംപ്ലീറ്റ് 200 അടി. 200 അടി ജാതി ഉള്ളിൽ. ബഡ്ഡി ചെയ്യാനപ്പോ ആൾക്കാർ വരുമോ? അത് ഒരു ആൾ വരും, ജാതി ആള്. പറമ്പ് വേസ്റ്റ് വാരി വെട്ടുപാക്കൽ ചേച്ചി വര പണി. പിന്നെ കളികൾ മറ്റേ കടവെടുപ്പാക്കും. വരില്ലേ? ഞാൻ ശരി ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പോണ്ടല്ലോ. അങ്ങനെ കുറേ അവർ മുഴുവൻ റംബൂട്ടാൻ. അല്ല അവിടെ കുറേ റംബൂട്ടാനുണ്ട്. ഇവിടെ വരെ വിളിച്ചു. ജാതിക്കതുണ്ട് അച്ചാറിടില്ലേ? അച്ചാറിടും. ഹൈബ്രിഡ് ജാതി വെച്ചാണ്ട ഒട്ടിച്ചാണ്ട പുതിയതായിട്ട് ജാതി ഒട്ടിച്ചാണ്ട കേട്ടാ. ഇത് റംബൂട്ടാൻ വലിയ കായ റംബൂട്ടാൻ്റെ. ഇവിടുന്ന് അങ്ങോട്ട് ഈ വല്ല മുഴുവൻ റംബൂട്ടാനാ. 40 കടകളും വലിയ റംബൂട്ടാനുണ്ട് വലുത്.
ഇങ്ങനെ ബൗണ്ടറി അവിടെ ബൗണ്ടറി കുഴി അടുത്തിട്ട് തന്നെ അപ്പുറത്തേക്ക് വേറെ അപ്പൊ അപ്പുറത്തേക്ക് വേറെ പറമ്പ നമ്മുടെ അതെ കമ്പി വേലിട്ടിട്ടില്ലേ അവിടെ അങ്ങോട്ട് അവിടെ ബൗണ്ടറി ആ ഒരു സൈഡ് കേട്ടോ ഇത് ടാറിങ് വഴി ഇതേ നമ്മുടെ ടാറിങ് ആ ഇത് നമ്മുടെ പറ്റം വഴി ഇവിടെ വെൽ ടേപ്പ് വരുന്നുണ്ട് ഇവിടെ വഴി മാറ്റിലാണ് നമ്മുടെ ടാറിങ് വഴി വണ്ടി കൊണ്ട് കാണിച്ചു ഇത് പ്രത്യേക തരം ജാതിയാണ് നമ്മുടെ അടുത്ത് എല്ലാ ജാതിയും ഇടണ്ട ഹൈബ്രിഡ് ജാതി പ്രത്യേക തരം ജാതിയാണ് ഈ ടാറിങ് വഴി വലിയ 250 മീറ്ററോളം ടാറിങ് വഴിയുണ്ട് കേൾക്കണ്ട റെക്കോർഡിംഗ് ഉണ്ട് അതിൽ ആ 250 മീറ്റർ ടാറിങ് വഴി നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ഈ പണി വരാനുള്ള പണി വെട്ടിപ്പാക്കിട്ട് വേണം ഹൈബ്രിഡ് ജാതി മറ്റേ കടുക്കമാങ്ങൻ ജാതി അത് എന്താ വലിയ ജാതി കാണിച്ചത് പ്രത്യേകിച്ച് കടുക്കമാങ്ങൻ പേരുകളുണ്ടല്ലേ ജാതിയിൽ ഏറ്റവും മറ്റേ ഏറ്റവും നല്ല ജാതി ഹൈബ്രിഡ് ജാതി ഏറ്റവും നല്ല ജാതി ഇതാണ് നമ്മൾ പോകണ്ടത് ഇങ്ങനെ ടാറിങ് കിട്ടാം ഇതിങ്ങനെ എൽച്ചേക്കോടെ ടാറിങ് ഇത് ടാറിങ് നമ്മുടെ ആറട്ടോഴ അമ്പലത്തിനടയ്ക്ക് പോണ വഴി ഇതിലെ പോയാൽ നമുക്ക് തൊട്ടിപ്പാള് നേരെ ചെന്ന് കയറാം തൊട്ടിപ്പാള് കണ്ടിരുന്ന് നമ്മുടെ നെടുമ്പാള് തൊട്ടിപ്പാള് പൊന്തിട്ട് നമ്മുടെ പാലം കാണുന്നേ വണ്ടി പോകണം കാണാം നമുക്ക് വാ കാണിച്ചു തരാം നോക്കി വാ നടത്താൻ ആ വീഡിയോ അപ്പൊ വൈകുന്നേരം പോവാ ചേച്ചിമാര് ഒരാളുണ്ടോ അത് പൊട്ടിച്ച് പോയതിനു ശേഷം മറ്റു തരികള് പാവാൻ കവറിട്ട് കിട്ടും ഞാൻ നമുക്കുള്ള ലാസ്റ്റ് ഞാനും മുതലാളിക്ക് പൊട്ടിച്ചിരിക്കും ചേട്ടാ ആവോ എന്നിട്ടില്ല ആളൊന്നുണ്ടായിരുന്നു പണിക്കല് ബി മണിക്കര വന്നായിരുന്നേ അല്ല ഞാനേ പറമ്പിലേക്കോ ഞാനേ ആര് ആര് ഞാനേ പറമ്പിലേക്ക് വന്നേക്ക് ആവശ്യമായിട്ട് പണിയുണ്ടേ ഗോപാലട്ടെ ഗോപാലട്ടെ ചേട്ടൻ അപ്പൊ ഞാൻ തോന്നുന്നു ഒന്നോ അതിൻ്റെ അതുകൊണ്ട് ഞാനേ അവിടെ 3-4 ആൾ പണിക്കാറുണ്ടേ പണിയില്ല നടത്താനില്ല എവിടെയൊക്കെ ഉണ്ട് കേട്ടോ പാപ്പാ പുറത്തൊക്കെ
ഇത് കളച്ചിട്ടുള്ളതാ മണ്ണ്? ആ ഇത് JCB തരത്തി നമ്മള്. ആ ഇങ്ങോട്ട് കിടക്കൂലേ JCB? ഒന്നും അറിയാം. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇക്കൊല്ലത്തെ വേസ്റ്റ് മുഴുവൻ താത്തും, എവിടെയും താത്തിയിട്ട് നല്ല മണ്ണ് പുറത്തേക്ക് എടുത്തിട്ട് ഈ വേസ്റ്റ് മുഴുവൻ ഇതിനുള്ളിൽ താത്തും, താത്തി പൊളിക്കും. അപ്പൊ ആ മണ്ണാണ് അത് നിരത്തിയത്. ഇവിടെ നമ്മള് കുഴുത്തിക്കാണ്, കുഴുത്തിട്ട് വലിയ കുറെ വേസ്റ്റ് കൊണ്ടമണ കുന്നുപോലെ ഇരുന്നു, ഇത് മുഴുവൻ അതിനുള്ളിൽ താത്തി. വേസ്റ്റ് ഇതാണ് ചപ്പ് ചവറാണോ? വെണ്ടി വെട്ടണത്, കൊല വെട്ടണത്, ചപ്പും ചവറും ഇങ്ങനെ എല്ലാം ഉണ്ടാവും. കുന്നുപോലെ വേസ്റ്റ് ഒരു കൊല്ലത്ത്. നമ്മള് ഇനിയിപ്പോ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു, വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് വിളവ് തുടങ്ങി. ഇപ്പൊ ഏപ്രിൽ തൊട്ട് കംപ്ലീറ്റ് ജാതി പൂടായി, പൂട്ട് ഒരു കായ നമ്മള് വാഴ നേന്ത്രവാഴ വയ്ക്കുന്നു. നേന്ത്രവാഴക്കാണ് തരാം. നേന്ത്രവാഴ കേട്ടോ, ഇത് കതില് കുറച്ച് ചേർക്കട്ടോ, അതിൽ വെച്ചാണ് നമ്മൾ ഇതേ പൂവായ പറമ്പ് ഇഷ്ടംപോലെ മഴ. അത് നല്ല പറമ്പ് വരണോളൂ, വെടുപ്പാക്കി വരണോളൂ. കഴിഞ്ഞു എന്നിട്ടും ജാതിക്കായി പറയാറില്ല. അപ്പൊ ഈ പത്രി അങ്ങനത്തെ ഒക്കെ തിരിച്ച് ചേച്ചിമാര് ചെയ്യോ? നമ്മളെന്നെ കംപ്ലീറ്റ് പൊളിച്ച് പുറത്ത് മാറ്റി ഉണക്കണം. അടുപ്പിലിട്ട് അടുപ്പിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ അടുത്ത് കറണ്ടിൻ്റെ അടുപ്പുണ്ട്. ഇനിയിപ്പോ ഒരു പൊളിട്ട് കോഴിക്കാട്ടിട്ട് ഇട്ടാണ്, കോഴിക്കാട്ട് ഇനി അതിന് മുകളിൽ കൂടെ നമ്മൾ 16 ഇട്ട് മൂടും. അങ്ങനെ 5 വളം ചെയ്യുന്നതാണ്. ഞാനീ ചത്തണം, ആണി കെട്ടി വെടുപ്പാക്കി മരുന്നടിച്ചിട്ടുണ്ട്. മരുന്നടിച്ച് ഇത് മടക്കിയപ്പോൾ വന്നിട്ട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് നനക്കിലോസ് വെച്ചിട്ട് അതോ വെള്ളത്തിരിക്കോ? മോട്ടർ അടിക്കും. നമ്മൾ കണ്ടില്ലേ മോട്ടർ അവിടെ കണ്ടില്ലേ? ആ മോട്ടറിന് വെള്ളം കൂടി ഒരു മോട്ടർ അടിക്കുമ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്നറിയാം, വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ വഴുക്കും, ഇടിഞ്ഞ് പെട്ടെന്ന് വഴുക്കും. കളിമണ്ണ അതാണ് ഏറ്റവും വലിയ മടുക്ക്. എടുത്തു ചെറിയ റോബസ്റ്റ, വലിയ റോബസ്റ്റ കെട്ട് കഴിഞ്ഞു, കുഞ്ഞിതാ ലാസ്റ്റായി. അതിന്റെ കടകളുണ്ടാ 3 കട വെട്ടിപ്പോയിട്ടുണ്ട് ഈ മരത്തെ. ആ 3 വലിയ കൊലകളായിരുന്നു, ഇപ്പൊ ചെറുതായി. പൂങ്ങായ വലുത്, വലിയതായി. വഞ്ചി എടുക്കുന്നുണ്ട്, വലിയ മോട്ടർ, ഇറിഗേഷന് വലിയ മോട്ടർ ഇവിടെ ഇവർക്കുള്ളത്, നാട്ടുകാർക്കുള്ളത്. ഇറിഗേഷൻ്റെ വലിയ മോട്ടർ അതാണ് കർഷകർക്ക് അടിച്ചു കൊടുക്കാനുള്ളത്. വലിയ മോട്ടർ കാണുന്നത് കർഷകരുടെ മോട്ടർ ഇറിഗേഷൻ്റെ. നമ്മുടെ ബൗണ്ടറി പറമ്പിൻ്റെ ലാസ്റ്റ് ബൗണ്ടറി ഉണ്ടാ, അവിടെയാണ് ആ മോട്ടർ. പകർന്നിടുമ്പോ 2000 രൂപ വില. പുല്ലിന് ബാക്കിയുള്ള പുല്ലിനെ ബാക്കിയുള്ള പുല്ല് നമ്മള് ഇതടിച്ചു. മറ്റേ ഈ ജാതിയുടെ തൊണ്ട് തീ കളയോ? ആ കളയില്ല കംപ്ലീറ്റ്. എടുക്കാറില്ല, ചില ആൾക്കാരൊന്നും ചച്ചു കൊണ്ടുകൂട്ടാ. ചേട്ടന്മാര് വരുമ്പോ ഇങ്ങനെ നമ്മുടെ പപ്പായുണ്ട്, റെഡ് ലേഡി പപ്പായ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. വലുതാ ഒരു വഴി ഉണ്ടാക്കാൻ നമ്മൾ അടുത്താണിപ്പോ വഴി ആക്കാൻ പോ ചാണകമൊക്കെ അടിക്കാനേ. അവര് വരുമോ ഇപ്പൊ നോക്കാനൊക്കെ? നമുക്ക് കാശല്ലേ. സൂപ്പറാ.
കാക്കുമ്പോ വരണം ഒന്നും കൂടി കാണാനായിട്ട്. ആ അവിടെ പരിഹാരമില്ല.